എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ആണ്. വേക്കൻസി നോക്കാം. ആകെ 97 വേക്കൻസിയാണ്. അൺറിസർവ്ഡ് 45, SC 13, ST 6, OBC 24, EWS 9, PWBD 10 എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇനിഷ്യലി പോസ്റ്റിംഗ് വരുന്നത് യൂണിറ്റ്സ് ഓർ ലൊക്കേഷൻസ് ഓഫ് റിഫൈനറീസ് ഡിവിഷൻ ഓർ മാർക്കറ്റിംഗ് ഡിവിഷനാണ്. പിന്നീട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ്. ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഇക്വലന്റ് ഡിസിപ്ലിൻ ആണ് യോഗ്യത വേണ്ടത്. ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം. അപ്പോൾ കെമിസ്ട്രിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് അവസരമുള്ളത്. ഇക്വലന്റ് ഡിസിപ്ലിൻസിൽ വരുന്നത് MSc ഇൻ കെമിസ്ട്രി ഷാൽ ഇൻക്ലൂഡ് ഇൻഓർഗാനിക് ഓർ ഓർഗാനിക് ഓർ അനലിറ്റിക്കൽ ഓർ ഫിസിക്കൽ ഓർ അപ്ലൈഡ് കെമിസ്ട്രി ഓർ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. ഇതിലേതെങ്കിലും MSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ബയോ കെമിസ്ട്രി, ഫാർമസി, ടോക്സിക്കോളജി, ജിയോ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫുഡ് ടെക്നോളജി ഇതൊന്നും പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ ഈക്വലന്റ് ഡിസിപ്ലിൻ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ് യോഗ്യത വേണ്ടത്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് നിങ്ങളുടെ ഡിഗ്രി എക്സാമിന് 60% മാർക്ക് ഉണ്ടായിരുന്നിരിക്കണം. ജനറൽ അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെങ്കിൽ 60% മാർക്ക് വേണം. ഇനി SC ST അല്ലെങ്കിൽ PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 55% മാർക്ക് ഉണ്ടായിരുന്നിരിക്കണം. ഡിഗ്രി കോഴ്സ് ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം. പാർട്ട് ടൈം ഒന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ 2 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. എക്സ്പീരിയൻസ് വേണ്ടത് ഇൻ ടെസ്റ്റിംഗ് ഓർ R&D ഓർ ക്വാളിറ്റി കൺട്രോൾ ഇൻ പെട്രോളിയം ഓർ പെട്രോകെമിക്കൽ ഓർ പോളിമർ ഓർ ഫെർട്ടിലൈസർ യൂണിറ്റ് ലബോറട്ടറി. ഇനി ഇതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ആൻ NABL അക്രഡിറ്റഡ് ലബോറട്ടറി. ഈ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുന്നത് only if the lab is accredited in the field of testing with discipline as chemical. അപ്പോൾ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. MSc കെമിസ്ട്രി വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ആണ് യോഗ്യത വേണ്ടത്. ജോബ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. SC ST OBC കാറ്റഗറി ആണെങ്കിൽ പ്രായത്തിൽ ഇളവുണ്ട്. SC STക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ SC ST OBC എക്സ് സർവീസ്മെൻ PWBD കാൻഡിഡേറ്റ്സിന് റിസർവേഷനും കിട്ടുന്നതാണ്. പ്രായപരിധിയിൽ PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വയസ്സിൻ്റെയും എക്സ് സർവീസ്മെന് 5 വയസ്സിൻ്റെയും ഇളവുണ്ട്. അതുപോലെ തന്നെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40% ഡിസബിലിറ്റി ഉണ്ടായിരിക്കണം. പെർമനൻറ്റ് ഡിസബിലിറ്റി ആണ്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഓർ ഗ്രൂപ്പ് ടാസ്ക്, കൂടാതെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡിസിപ്ലിൻ നോളജ് ആണ്. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പോയിൻമെൻറ്റിന് മുമ്പ് പ്രീ എംപ്ലോയ്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് 40,000 മുതൽ 1,40,000 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മിനിമം 3 ഇയേഴ്സ് എങ്കിലും കോർപ്പറേഷനിൽ ജോലി ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി ഒരു ബോണ്ട് കൂടി എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ഓർ ST കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്.
ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ഐഡിയും ഫോൺ നമ്പരും ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് എന്ന് പറയുന്നത് www.iocl.com ആണ്. ഈ സൈറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിന്നും വാട്ട്സ് ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ 2025 എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അവിടെ നിന്നും ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 21 താല്പര്യമുള്ളവർ അതിന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും കൂടാതെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, SC ST ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ ID പ്രൂഫ്, ഇതൊക്കെ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 21. എക്സാം ഡേറ്റ് വരുന്നത് ഏപ്രിലാണ്. എക്സാം സെൻറ്റർ വരുന്നത് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഇവിടെ 4 സ്ഥലത്താണ് എക്സാം സെൻറ്റർ വരുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതനുസരിച്ചാണ്, പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും എക്സാം സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതാണ് എക്സാം സെൻറ്റർ ലിസ്റ്റ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. MSc കെമിസ്ട്രിയാണ് യോഗ്യത വേണ്ടത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.